ഹലോ മൈക്ക് ചെക്ക്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രഹ്മയുഗം എഗെയിൻ ടോപ്പിക് ബ്രഹ്മയുഗമാണ്. ബ്രഹ്മയുഗത്തെ പറ്റി പറഞ്ഞാലും നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. കാര്യം വെച്ചാൽ നല്ല റീച്ചുണ്ട്, വ്യൂസ്, ആൾക്കാർ കാണാനുണ്ട് ബ്രഹ്മയുഗത്തെ പറ്റി പൊക്കിയടിക്കുന്നത് കേൾക്കുമ്പോൾ. ബ്രഹ്മയുഗം സിനിമ കണ്ടവർ മാത്രം ഇത് കണ്ടാൽ മതി, അല്ലാത്തൊരു കാണാൻ നിൽക്കില്ല. കാര്യം നിറയെ സ്പോയിലേഴ്സ് ആയിരിക്കും. ഞാൻ ഇതിൻ്റെ കഥയുടെ ചെറിയ ഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ കണ്ടവർ മാത്രം, പ്ലീസ് ദൈവത്തെ ഓർത്ത് കണ്ടവർ മാത്രം കാണുക. അല്ലാതെ വന്നിട്ട് നീ എന്തിനാടാ സിനിമയുടെ കഥ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് തെളിവിളിക്കുന്ന പന്ന മക്കളെ ഞാനും തിരിച്ചു വിളിക്കും കേട്ടല്ല. ആദ്യം തന്നെ നമുക്ക് പോസ്റ്ററിൽ തുടങ്ങാം. ബ്രഹ്മയുഗത്തിൻ്റെ ഈ ഒരു പോസ്റ്ററിനകത്ത് മമ്മൂക്കാൻ്റെ ലുക്ക്, ഇല്ല ദിഗംബരൻ്റെ കണ്ണാടി, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഇങ്ങനത്തെ ഒരു ലുക്ക്, ഈ ഒരു ലുക്ക് സിനിമയിൽ എവിടെയും എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ലാസ്റ്റൊക്കെ പ്രതീക്ഷിച്ചു മമ്മൂക്ക ഈ ഒരു സാധനമായിട്ട്, ആ കുട്ടിച്ചാത്തനായിട്ടൊക്കെ ഉള്ള ഒരു ട്രാൻസിഷൻ വരുന്ന സമയത്ത് മമ്മൂക്ക ഈ ഒരു ലുക്കിൽ വന്ന് പേടിപ്പിക്കുമെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ നടന്നില്ല ഗൈസ്. സോ ഈ ലുക്ക് ഞാൻ എവിടെയും കണ്ടില്ല. നെക്സ്റ്റ് ട്രെയിലറിനകത്ത് മമ്മൂക്ക വന്നിട്ട് ഇങ്ങനെ വിളക്കൂതി അടയ്ക്കുന്നൊരു സീനുണ്ട്. ആ സീനും ഞാൻ സിനിമയിൽ എങ്ങും കണ്ടില്ല. അമാൽഡ എന്ന് പറയുന്നൊരു നടി, ഒരേ ഒരു നടി ഇതിനകത്ത് അഭിനയിക്കുന്നുള്ളൂ. പുള്ളിക്കാരത്തിയുടെ ക്യാരക്ടർ എന്തായിരുന്നു എന്ന് ഇപ്പോഴും ആ സിനിമ വെൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതൊരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തിനായിരുന്നു എന്ന് നിങ്ങൾക്ക് വല്ല മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ മമ്മൂക്ക കുട്ടിച്ചാത്തനാണ് ഇതിനകത്ത്. ഓക്കെ, കുട്ടിച്ചാത്തനാണ്. നമ്മുടെ ഇത് മറ്റേ കരിമൺ പോറ്റിയോ, നമ്മുടെ പേരെന്തുവായിരുന്നു, ഇടിമൺ പോറ്റിയോ, ആ പോറ്റിയാണ് എങ്കിലും പോറ്റിയുടെ വേഷം ധരിച്ച കുട്ടിച്ചാത്തനാണ് മമ്മൂക്ക ഈ സിനിമയ്ക്കകത്ത്. കുട്ടിച്ചാത്തന് പല കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ മുൻകൂട്ടി അറിയാനുള്ള കഴിവൊക്കെ ഉണ്ട്. അർജുൻ അശോകൻ്റെ പാസ്റ്റ് ഇതിനകത്ത് കൃത്യമായി അളിയൻ പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന ആൾ സിദ്ധാർത്ഥ് ഭരതനെ എന്തുകൊണ്ട് പാസ്റ്റ് മനസ്സിലാക്കുന്നില്ല, സിദ്ധാർത്ഥ് ഭരതൻ അഭിനയിച്ച ആ റോളിൻ്റെ പാസ്റ്റ് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് ഗൈസ്. എന്തുകൊണ്ട് പറയൂ. അടുത്ത ഡൗട്ട്, ഈ ഒരു ഡൗട്ട് ഞാൻ എൻ്റെ റിവ്യൂ പറയുന്ന സമയത്തും ഞാൻ പറഞ്ഞതാണ്. ഇതിനകത്ത് നമ്മുടെ അർജുൻ അശോകൻ്റെ ക്യാരക്ടർ, പാണൻ്റെ ക്യാരക്ടർ ഒരു ട്രിമ്മിഡ് ലുക്കിലാണ്, മുടി ട്രിം ചെയ്ത ലുക്കിലാണ്. കുറേ കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ താടിയൊക്കെ നരയ്ക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ കാലഘട്ടം ഇങ്ങനെ കടന്നു പോകുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും പുള്ളിക്കാരൻ്റെ മുടി വളരുന്നില്ലടേ. താടി വളരുന്നുണ്ട്, താടി നരയ്ക്കുന്നുണ്ട്, എന്നിട്ട് പുള്ളിക്കാരൻ്റെ മുടി മാത്രം വളരുന്നില്ല. അതെന്ത് മരുന്ന് തേച്ചാണ് അങ്ങനെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അവിടെ ആണെങ്കിൽ ആ കൂടി 3 പേരേ ഉള്ളൂ. മുടി വെട്ടുന്ന യന്ത്രവും ബാർബർ ഷോപ്പോ ബാർബറോ ഒന്നും നമ്മൾ കാണാനും പറ്റത്തില്ല. പിന്നെ മുടി എന്തുകൊണ്ട് വളരുന്നില്ല എന്ന് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. സോ അതിനൊരു ആൻസർ കിട്ടിയേ പറ്റൂ. അതുപോലെ തന്നെ അർജുൻ അശോകൻ്റെ ട്രിമ്മിഡ് ലുക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹെയർ ലൈനൊക്കെ ആ ട്രിമ്മിഡ് ലുക്കിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. മമ്മൂട്ടി അഭിനയിക്കുന്ന കുട്ടിച്ചാത്തൻ്റെ ക്യാരക്ടറിന് പുള്ളിക്കാരൻ ആരെങ്കിലും ഇഷ്ടമല്ലാതെ വരുവാണെങ്കിൽ പുള്ളിക്കാരൻ കൊന്നുകളയുകയാണ് ചെയ്യാറ്. പക്ഷേ മമ്മൂട്ടിയുടെ കുട്ടിച്ചാത്തൻ്റെ ക്യാരക്ടറിനെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് സിദ്ധാർത്ഥ് ഭരതൻ അഭിനയിച്ച ക്യാരക്ടർ. എന്നിട്ട് പോലും സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടിച്ചാത്തൻ ശ്രമിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഗൈസ്. സിദ്ധാർത്ഥ് ഭരതൻ ആ താക്കോല് കണ്ടുപിടിച്ച് ആ വിളക്ക് ഊതിക്കെടുത്തുന്നതിന് മുമ്പ് സിദ്ധാർത്ഥ് ഭരതനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ വളരെ സിമ്പിളായി മാറിയേനെ. വൈ കുട്ടിച്ചാത്ത നിങ്ങൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. ഇനി നമ്മുടെ മമ്മൂക്കാൻ്റെ വരവാണ് ഗൈസ്. മമ്മൂക്കയെ പറ്റിയാണ് പറയാനുള്ളത്. എഴുതി ഒപ്പിട്ട് തരാം. മമ്മൂട്ടി ആ ഒരു സിനിമ ചെയ്തില്ലെങ്കിൽ ഈ പടം പൊട്ടി പണ്ടാറടങ്ങിപ്പോയേനെ. കാര്യമെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ഇതിനകത്ത് ചെയ്ത് വെച്ചേക്കുന്നത് എൻ്റെ പൊന്നു മക്കളെ എന്തൊരു അഭിനയമാണ്. അങ്ങേര് ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ സൗണ്ട് വരെ കേൾക്കുമ്പോൾ നമുക്കൊരു നെഞ്ചിടിപ്പുണ്ടാവും. ഒരു ചിക്കൻ തിന്നുന്ന ഒരു സീനുണ്ട് ഇതിനകത്ത്, കടിച്ചു പറിച്ച്. എൻ്റെ പൊന്നെ, നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല അങ്ങനെ മമ്മൂക്ക ഒരു ആഹാരം കഴിക്കുന്നത്. അതുപോലെ തന്നെ മുഖത്തിലെ ഭാവങ്ങൾ, ഓരോ മൈക്രോ എക്സ്പ്രഷൻസ് ഇങ്ങനെ മിന്നി മറഞ്ഞില്ല, LED ബൾബ് പോലെ മിന്നി മറഞ്ഞാണ് പോകുന്നത്. ഓരോ നോട്ടം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചിരി. ആ ചിരി മമ്മൂക്കയുടെ എൻ്റയർ കരിയറിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ചിരികൾ. ഇത് നവരസം. നമുക്ക് 9 എണ്ണമൊക്കെ നമുക്ക് നവരസമൊന്നും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആസ് പെർ മമ്മൂട്ടീസ് ബുക്ക് ഓഫ് രസം 9 ഒതുങ്ങൂല. അതൊരു 90 എണ്ണമെങ്കിലും മിനിമം കാണും. കാര്യം അത്രമാത്രം രസങ്ങൾ ഇങ്ങേരുടെ കയ്യിലുണ്ട്. ഓരോ സിനിമയ്ക്കും ആ ബുക്ക് തുറക്കും, ഇതിന് ഇത്രയും സാധനം മതി, അതങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കും, അതുകൊണ്ട് അഭിനയിച്ചു കൊടുക്കും. ആ സാധനം പിന്നെ ആ സിനിമയ്ക്ക് മാത്രമേ ഉള്ളൂ, വേറെ സിനിമയ്ക്ക് അത് കൊടുക്കില്ല. നീ എഴുതി ഒപ്പിട്ട് തരാം. എൻ്റയർ കരിയറിൽ അഭിനയിച്ച ഇതുവരെയുള്ള എല്ലാ സിനിമകളിലും കാണാത്ത ഒരു മമ്മൂക്ക, ആ കാണാത്ത തരത്തിലുള്ള അഭിനയം, കാണാത്ത തരത്തിലുള്ള ഭാവങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മമ്മൂക്ക മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുണ്ട്.
ടോപ്പ് ക്ലാസ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഓരോ സിനിമ കാണുമ്പോഴും നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ പുള്ളിയെ കൊണ്ട് പറ്റത്തുള്ളൂ, ഇതാണ് പുള്ളിക്കാരൻ്റെ ഒരു ബെഞ്ച് മാർക്ക്. നെക്സ്റ്റ് സിനിമ കാണുമ്പോഴത്തേക്ക് ആ ബെഞ്ച് മാർക്ക് അവിടെ നിന്ന് ഇളക്കി പിന്നെയും മേളിൽ കയറ്റി വെക്കും. ഓക്കെ, അന്നേരം നമ്മൾ വിചാരിക്കും ഓക്കെ ഇതാണ് പുള്ളി സൃഷ്ടിച്ച ബെഞ്ച് മാർക്ക്, ഇതിനകത്ത് മേളിൽ ഒരുത്തനും പോകത്തില്ല, ഇനി മമ്മൂക്കായും പോകത്തില്ല. അടുത്ത സിനിമ പുള്ളി ചെയ്യുമ്പോൾ പിന്നെ ആ സാധനം എടുത്ത് പിന്നെയും മേളിൽ കയറ്റി വെക്കും. എന്തുവാടി, പുള്ളിയോട് തന്നെ കോമ്പറ്റീറ്റ് ചെയ്യുകയാണ്. വേറെ മോഹൻലാലൊന്നും വാലിക്കെട്ടാനില്ല. മോഹൻലാൽ പണ്ട് ഉണ്ടാക്കി വെച്ച ബെഞ്ച് മാർക്കിൻ്റെ പച്ചയിലാണ് ഇപ്പോഴും പുള്ളിക്കാരൻ നിൽക്കുന്നത്. പക്ഷെ ഇങ്ങേരുമായിട്ട് മാത്രമാണ് കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇപ്പം ഈ ഒരു ഏജിലും ഈ ഒരു സമയത്ത് 2024 മമ്മൂട്ടി എന്ന് പറയുന്ന നടനോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ കമലഹാസൻ അടക്കമുള്ള നടന്മാരെ വെല്ലുവിളിക്കുകയാണ്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അമ്മാതിരി ആക്ടിങ് അല്ലെങ്കിൽ അമ്മാതിരി സാധനങ്ങളാണ് ഇങ്ങനെ ഡെലിവറി ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി ഇങ്ങനൊരു ഭൂതമാണ്, ഇങ്ങനെ ജീവിതത്തിലൊരു ഭൂതമാണ് ആക്ടിങ് എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് അടങ്ങാതെ ആർത്തിയുള്ളൊരു മനുഷ്യൻ. ഞാൻ പണ്ട് എപ്പോഴും കേട്ടിട്ടുണ്ട്, മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ സ്ക്രീനിനകത്തും സ്ക്രീനിന് പുറത്തും ഒരു നടനായിരുന്നു. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ സ്ക്രീനിനകത്ത് മാത്രമാണ് നടൻ. എന്ന് വെച്ചാൽ മോഹൻലാലിന് ഒരുപാട് ദുശീലങ്ങളുണ്ട്. പുള്ളി ബോഡി മെയിൻറ്റെയിൻ ചെയ്യത്തില്ല പ്രോപ്പറായിട്ട്. പുള്ളി ഇപ്പോഴാണ് ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങിയത്. പണ്ട് എങ്ങനെ ഇരുന്ന ലാലേട്ടനാണ്. പിന്നില്ല അലീബായൊക്കെ ശരിക്കും സമയത്തിലും പുള്ളി മുണ്ടെടുത്ത് വന്നാൽ വീപ്പക്കുറ്റിക്കകത്ത് മുണ്ടെടുത്ത പോലെ കാലും മുണ്ടും തമ്മിൽ 10 മീറ്റർ ഗ്യാപ്പ് കാണും. ഇല്ല മഴത്തുള്ളിക്കിലുക്കത്തിനകത്ത് സലീം കുമാർ കൊട്ട വെച്ച് കിടക്കുന്നതിന് കൂട്ടായിരുന്നു മോഹൻലാൽ മുണ്ടെടുത്ത് അലീബായൊക്കെ അഭിനയിക്കുന്ന സമയത്ത് മുണ്ടെടുത്ത് വന്നുള്ള അവസ്ഥ. കാര്യം വെച്ചാൽ പുള്ളി ബോഡി നോക്കത്തില്ല, ഒന്നും നോക്കാതെ സിനിമ കഴിഞ്ഞ് അത് പുറത്തു പോയി കഴിഞ്ഞാൽ തോന്നിയ പോലുള്ള ജീവിതശൈലിയാണ്. പക്ഷെ മമ്മൂട്ടി അങ്ങനെയല്ല, സിനിമയ്ക്ക് അകത്ത് അഭിനയിക്കും. അതേ ഡെഡിക്കേഷൻ തന്നെ സിനിമയ്ക്ക് വേണ്ടി പുള്ളിയുടെ ജീവിത ശൈലിയിലും കൊടുക്കും. കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ടാഗ്ലൈൻ എടുത്ത് മാറ്റിയിട്ട് മമ്മൂട്ടി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. എനിക്ക് മമ്മൂട്ടിയെക്കാളും കൂടുതൽ ഇഷ്ടം മോഹൻലാലിനെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പുള്ളിക്കാരൻ ഈ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. പുള്ളിക്കാരൻ സിനിമയ്ക്കകത്തും പുറത്തും ഒരു നടനാണ് എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ 73-ാമത്തെ വയസ്സിൽ ആരഭിനയിക്കൂടെ ഇങ്ങനെ, അല്ലെങ്കിൽ ആരിങ്ങനെ തേജസ്സോടെ നിൽക്കൂടെ? ഇപ്പോഴും 73-ാമത്തെ വയസ്സിലും യുവതലമുറയ്ക്ക് വെല്ലുവിളിയായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു വൈറ്റ് ഷർട്ട് ഒരു ബ്ലാക്ക് പാൻറ്റ് വിട്ടിട്ട് ഇല്ല ടർബോൻ്റെ ലുക്കിൽ ഇങ്ങനെ വരക്കുന്ന ഒരു സീനുണ്ട്. എൻ്റെ മോനെ, സിനിമയ്ക്കകത്തില്ല അങ്ങനത്തെ ഒരു സീൻ, അമ്മാതിരി ഒരു സീൻ. എന്ത് സ്വാഗാണ് മനുഷ്യന്. മുൻപ് മമ്മൂട്ടിയുടെ പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ കളിയാക്കുകയും ട്രോളുകയൊക്കെ ചെയ്ത് ഇതാണ് ഭൂതം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു സിനിമ പോയി കണ്ടാൽ മതി. അതിനകത്ത് കാണാം എന്താണ് ഭൂതമെന്ന്. അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് മമ്മൂക്കാടെ ഭൂതം. എൻ്റെ മക്കളെ, അമ്മാതിരി ഒരു ഭൂതത്തെ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ കാണാൻ പറ്റത്തില്ല. ഓരോ സിനിമ കഴിയും തോറും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ വന്നിട്ട് നമ്മളിലേക്ക് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, പിക്ചർ അഭി ബാക്കി ഹേ ഭായ്, കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇനിയും വരും നിങ്ങളെ ഞെട്ടിക്കാനെന്ന് പറഞ്ഞിട്ട്. ഈ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിൽ കുറേ സ്ഥലങ്ങളിൽ എനിക്ക് ലാഗ് തോന്നി. പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കാണിക്കുന്ന ഒരു സീൻ പോലും എനിക്ക് ലാഗ് തോന്നിയിട്ടില്ല. അർജുൻ അശോകനും അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനോട് അഭിനയിക്കുകയാണ്. അന്നേരം അവരുടെ ക്യാരക്ടറിൻ്റെ സീൻസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് മമ്മൂട്ടിയുടെ ക്യാരക്ടർ വരട്ടെ. കാര്യം പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് അല്ലെങ്കിൽ പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഓറ, പുള്ളിയെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഈ 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ പുള്ളിയെ മാത്രം വെച്ച് ആ ഒരു സിനിമ ഇറക്കിയാൽ പോലും നമ്മൾ കണ്ടിരുന്നു പോകും. ആ രീതിയിലുള്ള ഒരു ഒരു ഓറയാണ് നമ്മളിലോട്ട് എത്തിക്കുന്നത് ഈ മനുഷ്യൻ. ഭ്രമയുഗത്തിന് മുൻപ് ഓസ്ലർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടർ ഇല്ലെങ്കിൽ ഓസ്ലർ ഈസ് എ ബിഗ് സീറോ. അതൊരു ബിലോ ആവറേജ് സിനിമയായി മാറിയാനെ. സോ ഒരു ബിലോ ആവറേജ് സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്ത് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളൊരു സിനിമയെ പിടിച്ച് പൊക്കിയെടുത്ത് ബ്ലോക്ക് ബസ്റ്റർ ആക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക. സോ പുള്ളി വേറെ ലെവല് സാധനം.
ഇപ്പോൾ എല്ലാവരും പ്രൈസ് ചെയ്യുന്നുണ്ട് അർജുൻ അശോകൻ അല്ലെങ്കിൽ സിദ്ധാർത്ഥ് ഭരതനൊക്കെ തകർത്ത് അഭിനയിച്ചു എന്നൊക്കെ എനിക്കൊക്കെ എല്ലാവരും അഭിനയിച്ചു. പക്ഷേ അവരുടെയൊക്കെ അഭിനയം പ്രൈസ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഓറ, ജനങ്ങളിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓറയ്ക്കകത്ത് നിന്നാണ് ഇവരൊക്കെ അഭിനയിക്കുന്നത്. അന്നേരം അവരുടെ അഭിനയം അവർ മോശം അഭിനയിച്ചെന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, അർജുൻ അശോകനുണ്ട്, അതുപോലെ സിദ്ധാർത്ഥ് ഭരതനുണ്ട്. മമ്മൂട്ടിയുടെ സ്ഥാനത്ത് വേറൊരു നടനായിരുന്നു എങ്കിൽ ഈ സിനിമ അധികം ആൾക്കാർ കാണില്ല. ഇവർ മരിച്ച് അഭിനയിച്ചാൽ പോലും ഈ വേണ്ടത്ര അപ്രിസിയേഷൻ കിട്ടത്തില്ല. സോ ആ ഒരു രീതിയിലോട്ട് മാറിപ്പോയേനെ. ഈ ഒരു സിനിമ ഇത്രയും ഹിറ്റ് ആവണമെങ്കിൽ, ഇത്രയും ആളുകൾ ഏറ്റെടുക്കണമെങ്കിൽ, ഇത്രയും പ്രേക്ഷകർ ഈ സിനിമയെ ഏറ്റെടുക്കണമെങ്കിൽ അതിന് ഓൺലി റീസൺ അത് മമ്മൂട്ടി എന്ന് പറയുന്ന വിസ്മയം തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല, അതിനകത്ത് യാതൊരു സംശയവും ഇല്ല, സീരിയസ്ലി. അപ്പോൾ ശരി ഗൈസ്, ബൈ.